എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 90 ദിവസത്തെ ഹാപ്പിനെസ് ചലഞ്ചിലെ 3-ാം ദിവസമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കുകയും ചില കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് എപ്പോഴും ഇവിടെ ചാനൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, നമ്മൾ നമ്മുടെ ചിന്തകളല്ലെന്നും, രണ്ടാമത് അമിത ചിന്ത വന്നാൽ അതിൻ്റെ പിന്നാലെ ഓടരുത് എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ചിന്തകളല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നും അമിതമായി വരുന്ന സാധനം നമ്മുടേതായ ഒരു സംഭവമല്ലെന്നും പിന്നെ അതിൻ്റെ പിറകെ എന്തിനാണ് നമ്മൾ പോകുന്നതും എന്നുള്ള തിരിച്ചറിവാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ നടത്തിയത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ലളിതമായ പക്ഷെ അത്ഭുതകരമായ ശക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, അല്ലെങ്കിൽ 1 വർഷത്തോളമായി, 2 വർഷത്തോളമായി നിങ്ങൾ എൻ്റെ കൂടെയുള്ള യാത്ര തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു സത്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ അത് കാരണമായ ആ യഥാർത്ഥ ബോധത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സത്യസന്ധമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. രാവിലെ കണ്ണ് തുറന്ന ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? പലരും ചെയ്യുന്നത് ഫോൺ എടുക്കലാണ്. കണ്ണ് പൂർണ്ണമായി തുറക്കുന്നതിന് മുമ്പ് തന്നെ കൈ ഫോണിലേക്ക് പോകുകയും വാട്സപ്പ് സന്ദേശങ്ങളിലേക്കും ജോലിയുടെ അറിയിപ്പുകളിലേക്കും വാർത്തകളിലേക്കും സാമൂഹ്യ മാധ്യമങ്ങളിലേക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്കും മറ്റുള്ളവരുടെ നേട്ടങ്ങളിലേക്കും ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എഴുന്നേറ്റുടനെ കടന്നു വരുന്നത്, അല്ലെ? കുറച്ച് കാലങ്ങൾ മുമ്പൊക്കെ നിങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. പക്ഷെ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പൊതുവെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റപ്പെടുത്തിയിട്ടുള്ളൊരു വാക്കുണ്ട്. അത് 5 AM ക്ലബിൽ മിസ്റ്റർ റോബിൻ ശർമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് ഇങ്ങനെയാണ്: രാവിലെകളെ സ്വന്തമാക്കൂ, നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തൂ എന്നുള്ള വാക്ക്. വോൺ യുവർ മോർണിംഗ്, എലവേറ്റ് യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു വാക്ക്. പ്രഭാതത്തെ സ്വന്തമാക്കുക പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, പ്രഭാതത്തെ സ്വന്തമാണല്ലോ നമുക്ക് എന്ന് മനസ്സിലാവും. അല്ല, നമ്മുടെ പ്രഭാതങ്ങൾ പലപ്പോഴും നമ്മുടേതല്ലാതായി മാറുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉയർച്ചയെ പറ്റിയിട്ട് ചിന്തിക്കാൻ സമയമില്ലാത്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളിവിടെ നമ്മുടെ രാവിലത്തെ മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് യോഗ കഴിഞ്ഞ് മെഡിറ്റേഷൻ കഴിഞ്ഞ് അഫർമേഷൻ കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ ഈ ക്ലാസ് രാവിലെ ഈ തുടങ്ങിയതിൻ്റെയും പ്രധാന ഉദ്ദേശം ഈ രാവിലെകളെ നമ്മളിലേക്ക് നിറക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒറ്റ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു പറയാം. രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലേക്കും മറ്റതിലേക്കും പോകാതിരിക്കുക. ഫസ്റ്റ് നമ്മുടെ ശരീരത്തെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി എഴുന്നേൽപ്പിച്ചതിന് ശേഷം മനസ്സിനെ ശാന്തമാക്കി ദിവസം തുടങ്ങാൻ പോകുന്ന നല്ല സമയത്തെപ്പറ്റി ചിന്തിച്ച് ഈ ലോകം മുഴുവൻ ഇതിനകം തന്നെ നമ്മുടെ മനസ്സിൽ കയറി ഇരിക്കാതെ നമ്മൾ നമ്മുടെ ലോകത്തേക്ക് ഒന്ന് രാവിലെ ഇരിക്കാനായിട്ട് ഒരു മെഡിറ്റേഷൻ തുടങ്ങുക. ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നമ്മുടെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫോൺ നോക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായപ്പെട്ട് ഇപ്പം തന്നെ നിങ്ങൾ കമൻറ്റിൽ പറയുക, ഞാൻ രാവിലെ ഫോൺ നോക്കാറുണ്ട് എന്ന് ഒന്ന് സമ്മതിച്ചേക്കുക. എങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. നോക്കാറില്ലാത്തവർക്കാണ് പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾ രാവിലെ നോക്കാറുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഉടനെയാണ് ഞാൻ പറയുന്നത്, എഴുന്നേറ്റ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടല്ല. നോക്കൂ, ഇതൊരു കുറ്റബോധമായി എഴുതേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്, ഇതൊരു തിരിച്ചറിവായി എഴുതുകയാണ് ചെയ്യുന്നത്. കാരണം മാറ്റം തുടങ്ങുന്നത് ആദ്യം സത്യസന്ധമായ തിരിച്ചറിവിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയാൽ നാളത്തെ നിങ്ങളുടെ രാവിലെകൾ തന്നെ മാറാൻ തുടങ്ങും. രാവിലെ മാറിയാൽ ദിവസം മാറും, ദിവസം മാറിയാൽ ശീലം മാറും, ശീലം മാറിയാൽ ജീവിതം തന്നെ മാറാൻ തുടങ്ങുമെന്ന സത്യം അറിയുക. നോക്കൂ, പ്രഭാതം വെറും ഒരു സമയമായിട്ടല്ല നമ്മുടെ മനുഷ്യ സമൂഹം തന്നെ കാണുന്നത്. അത് ഒരു വാതിലാണ്. ആ വാതിലിലൂടെ നിങ്ങൾ ഏത് ചിന്തയെ അകത്തേക്ക് ക്ഷണിക്കുന്നുവോ എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ തീരുമാനിക്കുന്നത്.
രാവിലെ തന്നെ എഴുന്നേറ്റുടനെ പരാതിയും പരിഭവങ്ങളും കഷ്ടങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ രാവിലെ കണ്ണ് തുറന്ന ഉടനെ നിങ്ങൾ ഭയം കാണുകയാണെങ്കിൽ നിങ്ങൾ ദിവസവും ഭയത്തോടെ തന്നെ തുടങ്ങും. നിങ്ങൾ താരതമ്യം കാണുകയാണെങ്കിൽ ദിവസവും കുറവിൻ്റെ ബോധത്തിലൂടെ തന്നെയായിരിക്കും നിങ്ങൾ സഞ്ചരിക്കുക. നിങ്ങൾ ജോലിയുടെ സമ്മർദ്ദത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ദിവസം മുഴുവൻ ആ ഓട്ടത്തിൽ തന്നെ നിങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നന്ദിയും ശ്വാസവും ശാന്തതയുമാണ് അനുഭവിക്കുന്നെങ്കിൽ ദിവസവും മുഴുവൻ ആന്തരിക ശക്തിയോടെയായിരിക്കും നിങ്ങളുടെ തുടക്കം. ഇതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ പ്രഭാതം എൻ്റെ കയ്യിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന എത്ര പേരിപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടോ എന്ന് നോക്കട്ടെ. എൻ്റെ പ്രഭാതം എൻ്റെ കൈകളിലാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിക്കൊള്ളുക, എൻ്റെ പ്രഭാതം എൻ്റെ കൈകളിലാണ്. ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ പ്രഭാതത്തെ നിങ്ങളുടെ കൈകളിലേക്ക് നിർത്താൻ തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. നമ്മൾ എവിടെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരെന്ത് പറയും, ജോലി സ്ഥലത്ത് എന്ത് സംഭവിക്കും, ലോകത്ത് എന്ത് നടക്കും, അവിടെ എന്ത് നടക്കും, ഇവിടെ എന്ത് നടക്കും, കുടുംബത്തിൽ ആരൊക്കെ എങ്ങനെ പെരുമാറും. ഇതെല്ലാം എല്ലായ്പ്പോഴും നമ്മുടെ ചിന്തയിൽ വരുന്നത്. ഇതെല്ലാം എല്ലായ്പ്പോഴും നമ്മുടെ കൈകളിലിരിക്കുന്ന കാര്യമാണോ? അല്ല. പക്ഷേ രാവിലെ കണ്ണ് തുറന്നതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നത് നമ്മുടെ കൈകളിലുള്ള കാര്യമാണ്. പലരുടെയും ജീവിതം എഴുന്നേറ്റുടനെ നേരെ അടുക്കളയിലും, എന്നിട്ട് ബദ്ധപ്പാടാണ്. പാടില്ല. നിങ്ങൾ എൻ്റെ കൂടെയുള്ള യാത്ര തുടങ്ങിയപ്പോൾ പലരും ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ മാറ്റപ്പെടുത്തിയത് രാവിലെ നിങ്ങൾ അറിയാതെ പോലും നമ്മൾ നിങ്ങളിലേക്ക് നിറച്ചു തന്ന എഴുന്നേറ്റുടനെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്നു, കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അഫർമേഷൻ എഴുതുന്നു, അത് കഴിഞ്ഞ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു, പുസ്തകം എടുത്ത് വായിക്കുന്നു. ഇത് റെഡിയാണല്ലോ? നിങ്ങൾ ഇത്തരം മാറ്റം നിങ്ങൾ നടത്തിയവരാണ്, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ പബ്ലിക്കിൽ ഞാൻ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്, നോക്കൂ, നിങ്ങൾ രാവിലെ ആദ്യത്തെ 5 മിനിറ്റ് നേരം ഫോണിന് കൊടുത്താൽ നിങ്ങളുടെ മനസ്സ് പുറത്തുള്ള ലോകത്തിന്റെ കൈകളിലേക്ക് പോകും. അതേസമയം നിങ്ങൾ രാവിലത്തെ 5 മിനിറ്റ് നിങ്ങൾക്ക് തന്നെ നൽകിയാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരും. തീരുമാനം നിങ്ങളുടേതാണ്. അങ്ങനെ തീരുമാനിക്കുന്നവർ ഇപ്പോൾ പറയുക, എൻ്റെ പ്രഭാതത്തിൽ 5 മിനിറ്റ് എൻ്റെ സ്വന്തമാക്കലാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞോളൂ, കമന്റിൽ എഴുതിക്കോളൂ. എൻ്റെ പ്രഭാതത്തിൽ 5 മിനിറ്റ് എൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വന്തമാക്കുന്നു. ഇന്നു മുതൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം, ഒരു മാറ്റം തുടങ്ങാം. വലിയ കാര്യങ്ങളൊന്നും വേണ്ട. രാവിലെ 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇത്രയും കാലം ബാക്കി 23 മണിക്കൂർ നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടും അധ്വാനിക്കാൻ വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയും കമ്പനിക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ ചെലവഴിച്ചില്ലേ? ഇന്നു മുതൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, രാവിലത്തെ 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. എന്താണ് 1 മണിക്കൂർ? ശാരീരിക മാനസിക സൗഖ്യത്തിന് വേണ്ടി. വളരെ കഠിനമായ അധ്വാനമൊന്നും വേണ്ട, വലിയ നിയമങ്ങളൊന്നും പാലിക്കണമെന്നില്ല. വെറും 23 മണിക്കൂർ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. 1 മണിക്കൂർ റെഡിയാണല്ലോ അല്ലേ? എല്ലാവരോടും പറയുന്നു, 1 മണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കുന്നു. ഞാൻ 5 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇപ്പോൾ പറയുന്നു, 1 മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മനോഹരമായി മാറ്റുന്ന പ്രക്രിയക്കാണ് ഹാപ്പിനെസ് യോഗ ആൻഡ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. എല്ലാ ദിവസവും ഞങ്ങൾ എഴുന്നേറ്റ് ഉടനെ തന്നെ യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, അഫർമേഷൻ ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, നന്ദി പറയുന്നു, സാറിന്റെ മോട്ടിവേഷൻ കേൾക്കുന്നു. ജീവിതം നന്നായി മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും നമ്മൾ രാവിലെ 5 മണിക്ക് തുടങ്ങുന്നു. എല്ലാവരും 5 മണിക്ക് എഴുന്നേക്കാൻ അത് പ്രതിജ്ഞാബദ്ധമായെങ്കിൽ നമുക്ക് തുടങ്ങാം. ശാരീരികമായിട്ടുള്ള മാറ്റത്തിനും മാനസിക മാറ്റത്തിനും ഹാപ്പിനെസ് യോഗ ആൻഡ് മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് അതിൻ്റെ കഠിനമായ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ ശരീര സൗഖ്യമാണ് നമ്മുടെ വിഷയം, മാനസിക സൗഖ്യമാണ് നമ്മുടെ വിഷയം. ആ മാനസിക സൗഖ്യത്തിനും ശാരീരിക സൗഖ്യത്തിനും വേണ്ടി കുറച്ച് വ്യായാമങ്ങൾ,
കുറച്ച് സാന്ത്വനപ്പെടുത്തൽ, കുറച്ച് ശാന്തത കൈവരിക്കൽ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇതിനു വേണ്ടി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിനെ വിളിക്കുക, എന്നിട്ട് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. യോഗയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എന്തൊരു മടിയാണെന്നോ വിചാരിക്കുന്നത്, എന്തോ വലിയ കാര്യം ആർക്കോ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ മറ്റാർക്കും വേണ്ടി ചെയ്യുന്നല്ല. വെട്ടി വിഴുങ്ങുന്നത് ആർക്കോ വേണ്ടി ചെയ്യുകയാണെങ്കിൽ യോഗയും നിങ്ങൾ ആർക്കോ വേണ്ടി ചെയ്യൂ. അല്ല, അവനവൻ കഴിക്കുന്ന ഭക്ഷണം അവനവന് വേണ്ടിയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ അവന് കുറച്ച് കൈകൾക്കും കാലുകൾക്കും കുറച്ച് പണികൾ കൂടി കൊടുക്കേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ ഇവിടെ നീർക്കെട്ടുകളും മറ്റും വന്ന് അകാല വാർദ്ധക്യം അനുഭവിക്കണം നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അകാല വാർദ്ധക്യത്തിന് ആഗ്രഹമുള്ളവർ അതൊന്നും ചെയ്യേണ്ട. പെട്ടെന്ന് തിരിച്ചു പോകാൻ പാസ്പോർട്ട് വിസ എടുക്കുന്നവർക്ക് ആവശ്യമില്ല. അല്ലാത്തവർക്ക് ഉള്ള ഒരു പ്രതിവിധിയാണ് ഹാപ്പിനെസ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. ചെയ്യുമ്പോൾ എന്താ പറയുക, ഡിസ്ക് ബൾജായവർക്ക് അടക്കം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ വലിയ സംഭവത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ജീവിതത്തിൽ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവേണ്ട വ്യായാമത്തെക്കുറിച്ചാണ്. ഗ്രൗണ്ടിങ് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിനും അനുപക്ഷണീയമായ കാര്യങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. രാവിലത്തെ 5 മിനിറ്റ് നേരത്തേക്കിലാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ദയവ് ചെയ്ത് നാളെ മുതൽ രാവിലെ കണ്ണ് തുറന്ന ഉടനെ ഫോൺ എടുക്കരുത്. കിടക്കയിൽ തന്നെ ശാന്തമായിരുന്ന് 4 കാര്യങ്ങൾ ചെയ്യുക. ഈ 4 കാര്യങ്ങൾ എഴുതി വെച്ചോളൂ. 4 കാര്യങ്ങൾ നാളെ മുതൽ നിങ്ങൾ മെഡിറ്റേഷൻ യോഗക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്തോളൂ. 5 മിനിറ്റ് നേരം മാത്രമേ ആവശ്യമുള്ളൂ. ഒന്നാമതായി, 1 നിമിഷം നിങ്ങൾ നിശ്ചലമായിരിക്കുക. എഴുന്നേറ്റ ഉടനെ, കണ്ണ് തുറന്ന ഉടനെ എഴുന്നേറ്റ് ഓടരുത്. ആ ശീലമുണ്ടായ ഒരു മനുഷ്യനാണ് ഞാൻ. ക്വിക്ക് എഴുന്നേക്കും, ക്വിക്ക് ഓടും. അയ്യോ, എന്തൊരു അവസ്ഥയാണ് സംഭവിച്ചതെന്ന് പിന്നെയാണ് മനസ്സിലായത്. കണ്ണ് തുറന്ന് എഴുന്നേറ്റ് ഓടരുത്, ഫോൺ എടുക്കരുത്. വെറും 1 മിനിറ്റ് വളരെ നിശ്ചലമായി അവിടെ ഇരിക്കുക. എന്നിട്ട് മനസ്സിനോട് പറയുക, ഇന്ന് എൻ്റെ ദിവസം ഞാൻ ശാന്തമായി തുടങ്ങുന്നു. ഇന്ന് എൻ്റെ ദിവസം ഞാൻ ശാന്തമായി തുടങ്ങുന്നു എന്ന് മനസ്സിനോട് പറയുക. രണ്ടാമതായി, 5 ശ്വാസങ്ങൾ ശ്രദ്ധിക്കുക. മൂക്കിലൂടെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. അങ്ങനെ 5 തവണ ചെയ്യുക. ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് വരും എന്നുള്ളതാണ് വിഷയം. വെറും 5 പ്രാവശ്യം മാത്രം. അത്രേ ഉള്ളൂ. അങ്ങനെ 5 തവണ. മൂന്നാമതായി ചെയ്യുക, 3 നന്ദി വാക്കുകൾ പറയുക. ഇന്ന് ഞാൻ നന്ദിയുള്ള 3 കാര്യങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ഓർത്തുക. ജീവനുള്ളതിന് നന്ദി, ശ്വാസമുള്ളതിന് നന്ദി, കുടുംബമുള്ളതിന് നന്ദി, ഒരു വീടുള്ളതിന് നന്ദി, ഭക്ഷണമുള്ളതിന് നന്ദി, ശരീരം പ്രവർത്തിക്കുന്ന നന്ദി, പഠിക്കാൻ അവസരം ലഭിച്ചതിന് നന്ദി. അല്ലേ? നന്ദി പറയാൻ തുടങ്ങിയാൽ 3000 പറയാനുണ്ടാവും. ഒരു വിഷയമില്ല. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി അങ്ങ് പറഞ്ഞേക്കുക. എന്താണ്? നമ്മുടെ ഹോർമോൺ ലെവൽ അങ്ങ് മാറും. നാലാമതായിട്ട്, ഒറ്റ മനസ്സിനൊരു ഉറപ്പ് നൽകുക. അതിനോട് പറയുക, മനസ്സേ, ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ശ്രദ്ധിക്കുന്നു. ഇന്ന് ഞാൻ അനാവശ്യ ചിന്തകളുടെ പിന്നാലെ ഓടില്ല. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി സ്നേഹത്തോടെ കാണുന്നു എന്ന് ഒരു സ്ഥിരീകരണം നടത്തുക. ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ശ്രദ്ധിക്കുന്നു. ഇന്ന് ഞാൻ അനാവശ്യ ചിന്തകളുടെ പിറകെ പോവില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി സ്നേഹത്തോടെ കാണുന്നു. വെറും 5 മിനിറ്റ് നേരം ഈ വാക്കുകൾ നിങ്ങൾ പറയുക. ഇത് മനസ്സിന് പുതിയ ദിശ നൽകും. നിങ്ങൾ ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങും. അതാണ് പ്രഭാതത്തെ സ്വന്തമാക്കൽ പ്രക്രിയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇത്ര ചെറിയ കാര്യം ചെയ്താൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഓർക്കുക, ചെറിയ ശീലങ്ങളാണ് വലിയ ജീവിതത്തെ നിർമ്മിക്കുന്നത് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം പല്ല് തേക്കാൻ പോയാൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? പക്ഷെ ദിവസേന ഒഴിവാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെയാണ്, ഒരു ദിവസം പ്രഭാതം അശ്രദ്ധമായ പോയാൽ ഒന്നും സംഭവിക്കണമെന്നില്ല. പക്ഷെ എല്ലാ ദിവസവും പ്രഭാതം ലോകത്തിന്റെ സമ്മർദ്ദത്തിന്റെ കൈമുന്നിലേക്ക് കൈമാറിയാൽ മനസ്സ് പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങും. ഞാൻ കണ്ടിട്ടുണ്ട് പലരും രാവിലെ എഴുന്നേറ്റ ഉടനെ
ഓൺ ചെയ്യുന്ന ടി വി റിമോട്ടാ. അപ്പോഴേക്കും പ്രൈം ടൈം, രാവിലത്തെ പ്രൈം ടൈമാണ്. അറിയാമല്ലോ ടി വിക്കാർക്ക്. എന്താണെന്നറിയോ, നിന്നെ അങ്ങ് ഞാൻ വളച്ചടാ എന്നുള്ളതാണ് ഈ പ്രൈം ടൈമിന്റെ പ്രത്യേകത. നിന്റെ സമയത്തെ ഞാൻ കാർന്ന് തിന്നു കളഞ്ഞു എന്ന് പറയുന്ന വാക്കാണ് ഈ പ്രൈം ടൈം. അതുകൊണ്ട് നാളെ മുതൽ എന്നത് പരിപാടിയില്ല. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഈ സമയം തീരുമാനിക്കുക, എൻ്റെ പ്രഭാതം ഞാൻ സ്വന്തമാക്കും എന്ന്. റെഡിയാണോ? എന്നാൽ മനസ്സിൽ തട്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു കമന്റ് ബോക്സിൽ എഴുതൂ, എൻ്റെ പ്രഭാതം ഞാൻ സ്വന്തമാക്കും. തീരുമാനിക്കുക. ചെറിയൊരു തീരുമാനമല്ല ഇത്, നിങ്ങൾ പാലിക്കേണ്ട തീരുമാനമാണ് എന്നറിയുക. പക്ഷെ ഒരു ചെറിയ നിർദ്ദേശം കൂടി പറയാം. ഇതുപോലെ പ്രഭാതത്തെ കൊളമാക്കിയ, രാവിലെ വിളിച്ച് പരാതി പറയുന്ന ഒരുപാട് ചങ്സുകൾ നമുക്കുണ്ടല്ലേ. ഈ വീഡിയോ, ഈ ക്ലാസ് നിങ്ങൾ ഒരു തവണ കേട്ടുകൊണ്ട് മാത്രം വിട്ട് കളയരുത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാരണം നാളെ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കുക. രാവിലെ മനസ്സ് പഴയ ശീലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടാകുമ്പോൾ ദിനേശ് സാറിന്റെ മുഖം ഒന്ന് ഓർക്കുക. ഫോൺ കയ്യിലെടുക്കാൻ തുടങ്ങുമ്പോൾ ദിനേശ് സാറിന്റെ മുഖം ഒന്ന് ഓർക്കുക. ആദ്യം പറഞ്ഞ വാക്കിനെ ഒന്ന് ഓർത്തേക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നിയാൽ നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തെ എടുത്തിട്ടോ മറ്റോ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലത്ത് വെക്കുക. എന്തിനാണെന്നറിയോ? അപ്പോൾ ഓർമ്മ വരും, സാറ് പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ 5 മിനിറ്റ് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഓർമ്മ നിങ്ങളിലേക്ക്, ബ്രെയിനിലേക്ക് വരാൻ എന്നെ ഓർമ്മിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ എടുത്തു വെച്ചാൽ മതി. അല്ലേ? എന്നെ ഓർമ്മിച്ചാൽ നിങ്ങൾ ഇനി ചെയ്യൂലല്ലോ. അങ്ങനെ രാവിലെ ഫോണിൽ വാട്സപ്പിൽ പോയി കളിക്കില്ലല്ലോ. അല്ലേ? ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കണമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഈ ചെറിയ ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ ശീലത്തെ മാറ്റുന്നു എന്നറിയുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്നൊന്നും കേൾക്കട്ടെ. ഒരുപാട് വില നിങ്ങൾ സ്നേഹത്തിലൂടെ, നിങ്ങൾ ശീലത്തിലൂടെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വന്തമാക്കുന്നതിലൂടെ, എൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾ എനിക്ക് നൽകുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരെയൊക്കെ ഇതുപോലെ ഒരുപാട് പ്രാക്ടീസുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി 4 കാര്യങ്ങൾ പറയാം. 5 മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും മാറ്റിവെക്കുക. നിങ്ങൾക്ക് വേണ്ടി ഉള്ളതിനെയാണ് ഞാൻ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. എൻ്റെ വാക്ക്, നിങ്ങളിൽ ഞാനുണ്ടാകുമ്പോൾ, ഞാനും നിങ്ങളും ഒന്നായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയെന്നോ എനിക്ക് വേണ്ടിയെന്നോ പറയുന്നത് എല്ലാം ഒരുപോലെയായി മാറും അല്ലേ. അപ്പോൾ ഈ ശീലം നാളെ മുതൽ നിങ്ങൾ തുടങ്ങുക. രാവിലെ കണ്ണു തുറന്ന ഉടനെ ഫോണിലേക്ക് പോകാതെ നിശ്ചലമായിരിക്കുക. 5 ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. 3 നന്ദി വാക്കുകൾ പറയുക. ഇന്നത്തെ ഒരു മനസ്സുറപ്പങ്ങ് പറയുക. അപ്പൊ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, ഈ ഒരു 30 മിനിറ്റ് മുമ്പ് ഈ വീഡിയോ വീണ്ടും വന്നൊന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ അഭിപ്രായത്തിൽ എഴുതുക, ഞാൻ 3-ാം ദിവസത്തെ പരിപാടി പൂർത്തിയാക്കി, എൻ്റെ പ്രഭാതത്തെ ഞാൻ സ്വന്തമാക്കുന്നു എന്ന്. അപ്പൊ ഈ വരി എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചെയ്യുന്നൊരു കരാറുണ്ട്. നാളെ മുതൽ ഞാൻ ഫോൺ എടുക്കുന്നതിന് മുമ്പ്, ലോകത്തിലേക്ക് ഞാൻ കഴുത്ത് നീട്ടുന്നതിന് മുമ്പ്, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ ഊഴ്ന്നിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ കാണാൻ തുടങ്ങുന്നു എന്നുള്ളൊരു കരാർ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ, ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാൾക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പങ്കുവെക്കാൻ, ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തുടക്കം കുറിക്കും. യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചാനലിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക, ഒന്ന് ചെയ്തേക്കുക. എന്നിട്ട് അവിടെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. എന്തിനാന്ന് വെച്ചാൽ ഞാൻ രാവിലെ തന്നെ ഇടുന്ന വീഡിയോ, എഴുന്നേറ്റ ഉടനെയൊക്കെ വരുന്ന വീഡിയോ അല്ല. നമ്മുടെ വീഡിയോ വരുന്നത് 6:30 മണിക്ക് 7 മണിക്കാണ്. എന്തിനാണെന്നറിയോ? എഴുന്നേറ്റ ഉടനെ നിങ്ങൾ വീഡിയോ കാണാനേ പോകരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വരുന്നുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ സമ്മർദ്ദങ്ങളിലേക്ക് അനുഭവിക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുത്ത് നിങ്ങളത് സേവ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്ന് മാത്രമാണ്. ഈ 90 ദിവസത്തെ സന്തോഷയാത്രയിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നുവോ, എത്രത്തോളം സബ്സ്ക്രിപ്ഷനും അത്രത്തോളം വ്യൂസും കൂടുമ്പോൾ മാത്രമാണ് എനിക്ക് രാവിലെ ഇത് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കുക.
ഇപ്പോൾ നന്ദിയോടുകൂടി തന്നെ ജീവിതത്തെ മനോഹരമായി നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നുവെന്നും ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൽ ശില്പിയും നിർമ്മാതാവുമാണെന്നും അറിയുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ഒന്നുകൂടി പറയണു, നിങ്ങൾക്ക് നമ്മുടെ ലൈവ് സെഷൻ, രാവിലെ ലൈവ് സെഷൻ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അഡ്മിനെ വിളിക്കുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അനാവശ്യ ചിന്തകളെ ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് നാളെ സംസാരിക്കാം. നമുക്ക് ഈ ചിന്ത മനസ്സിലേക്ക് വരുന്നത് ഒരു സത്യമാകണമെന്നുള്ള ആ സത്യത്തെ നമുക്ക് നാളെ തിരിച്ചറിയാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നല്ല ദിവസത്തോടു കൂടി എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.